കാത്തിരിപ്പിൻ്റെ ഡയറിയുടെ 11-ാം ദിവസം 26/5/2024 ഞായറാഴ്ച. രാവിലെ നേരത്തെ എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നേരെ ഓഫീസിലേക്ക് ഇറങ്ങി. സാധാരണ പോലെ ആ ഒരു ദിവസം അങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴാണ് അവൻ്റെ ഫ്രണ്ട് അതിനെ പോകുന്നത് കണ്ടത്. അവനോട് ചോദിച്ചു, എന്താടോ കുറേ ആയല്ലോ കണ്ടിട്ട്, എന്താ ഇപ്പം നമ്മളെ റൂമിലൊന്നും വരാത്തെ? ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴിവ് ദിവസങ്ങളായാലും എപ്പോൾ നോക്കിയാലും അവരുടെ റൂമിലും അവരുടെ കൂടെ തന്നെയൊക്കെ ആയിരുന്നു. ഇപ്പം എന്തോ അങ്ങോട്ടൊന്നും പോവാറില്ല. അപ്പോൾ റാസിയോട് അവൻ്റെ ഫ്രണ്ട് ചോദിച്ചു, എന്താടാ പഴയ വല്ല അസുഖം തുടങ്ങിയോ? പഴയ വല്ല ആപ്ലിക്കേഷനോ കാര്യങ്ങളോ അഡിക്റ്റായി മാറിയോ? എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു അവൻ. അപ്പോൾ റാസി അവനോട് പറഞ്ഞു, അതൊന്നുമല്ല, ഞാൻ ഇറങ്ങണ്ട്. റാസി ഇനി ആപ്ലിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരിക്കലും കൈകൊണ്ട് തൊടില്ല, യൂസ് ചെയ്യില്ല എന്ന് തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ടുള്ളതാണ്. സാറ അവൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം അവനത് ഇനി തൊടില്ല, അത് ഉറപ്പാണ്. ഇനി സാറ വിട്ടുപോയിട്ട് എന്തായെന്നൊന്നും പറയാൻ പറ്റില്ല. സാറ അവൻ്റെ കൂടെ ഉണ്ടോ അത് അവൻ ഉറപ്പാണ്, അത് ഇനി തൊടില്ല. സാറൊക്കെ നല്ലപോലെ അറിയായിരുന്നു, അവനെ വീണ്ടും അത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ അല്ലെങ്കിൽ തിരിച്ചതിലേക്ക് തന്നെ പോയാൽ അവൻ്റെ ലൈഫ് പിന്നെ അതോടെ തീരും. കാരണം അത്രയ്ക്ക് അഡിക്റ്റായിരുന്നു അവൻ. സാറയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അവൻ ഇനി അത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞത്. ഒരുപാട് ദുശ്ശീലങ്ങളുണ്ടായിരുന്ന മനുഷ്യനാണ് റാസി. എല്ലാം ഇവളൊറ്റ കഴിവാണ് എല്ലാം അവനെ കൊണ്ട് നിർത്തിച്ചത്. ദീനിയായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് സാറയുടെ ഒറ്റ കഴിവാണ്. റാസി സാറയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യില്ല, അങ്ങനെയുള്ള ചീത്ത കാര്യങ്ങൾക്കൊന്നും പോകില്ല എന്നുള്ളത് തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സാറ അവൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോകില്ല എന്ന്. ആ ഉറപ്പൊക്കെ പോരെ അവനക്ക് ജീവിതകാലം കാത്തിരിക്കാൻ. റാസിയുടെ കൂട്ടുകാർ, റാസിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, അവരെല്ലാം ഒരുപാട് ശ്രമിച്ചിട്ടും കാലങ്ങളായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് സാറ വന്നിട്ട് ചെറിയ സമയം കൊണ്ട് സാധിച്ചെടുത്തത്. കാരണം എന്താ, സാറ പറഞ്ഞാൽ അവൻ കേൾക്കും, അതുകൊണ്ടാണത് സാധിച്ചത്. ഇപ്പോൾ അതൊന്നും യൂസ് ചെയ്യാത്തതും അതൊന്നും ഉപയോഗിക്കാത്തതും നല്ല രീതിയിൽ പോകുന്നതും അവളോടുള്ള മനസ്സിലുള്ള ഇഷ്ടം കൊണ്ട് മാത്രം. റാസിയെ മൊത്തത്തിൽ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയെടുത്തത് അവളെ ഒറ്റ കഴിവാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഈ ഒരു 10 ദിവസമായിട്ട് കൂടിയില്ലെങ്കിൽ കാരണങ്ങളുണ്ട്, ശരിയാണ്, ഒരുപാട് കാരണങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പറയുക, അവൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ സപ്പോർട്ടുള്ള ഒരാൾ അവൻ്റെ കൂടെ ഇല്ലാത്തത് അവൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെയല്ലേ. അപ്പോൾ അവനക്കതിൻ്റേതായ വിഷമമുണ്ടാവും. ചിലപ്പം ഇതേപോലെ ഫ്രണ്ട്സിനൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ശരിയാവും. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ സാറ ഓരോ മെസ്സേജെങ്കിലും അയക്കുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു കാര്യമാണ്. അത് കാണുന്നത് തന്നെ വലിയൊരു മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെയാണ്. കേൾക്കുന്നവർ വിചാരിക്കും, ഇവനിക്ക് വായ തുറന്നാൽ സാറയെക്കുറിച്ച് പറയാനും നേരമുള്ളൂ. ശരിയാ, സാറെ ഒന്ന് കോൾ ചെയ്ത് സംസാരം തുടങ്ങിയ സാറക്ക് അവൻ തിരിച്ചും മറുപടി പറയാനുള്ള സമയം പോലും കൊടുക്കില്ല, അതേപോലെ സംസാരിച്ചു കൊണ്ടിരിക്കും. കാരണം അവനക്ക് അത്രയ്ക്ക് അവളോട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എത്ര സംസാരിച്ചാലും മതിയാവില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു എന്തോ ഒരു ഇതാണ്. കാരണം അവളോട് ഉണ്ടായ കാര്യങ്ങൾ, ഒരു ദിവസത്തിലുണ്ടായ സംഭവങ്ങൾ, എന്തൊക്കെ ഉണ്ടായി, അവൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ എല്ലാം ഇരുന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അവനക്ക് എന്തോ ഒരു മനസ്സിനുള്ള സമാധാനം കിട്ടും. അതൊരു രസമായിരുന്നു ആ ഒരു സമയം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്തൊരു സംസാരം വരുമ്പോഴും സാറയെക്കുറിച്ച് വരും.
അത് അവളോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്നതാണ്. അങ്ങനെ ഉച്ച സമയമായപ്പോൾ റാസി നേരെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഭക്ഷണം എല്ലാം കഴിച്ച് തിരിച്ച് ഓഫീസിലെത്തി. അപ്പോഴായിരുന്നു റാസിക്ക് ബോസിൻ്റെ ഒരു കോൾ. പെട്ടെന്ന് ഓഫീസിലേക്ക് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ബോസിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ബോസ് അവനോട് ചോദിച്ചു, നിനക്ക് വേണ്ടി ഞാൻ ഇൻ്റർവ്യൂ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നീ റെഡിയാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ ബോസിനോട് പറഞ്ഞു, റെഡിയാവുന്നുണ്ട്, കുറച്ചുകൂടി ടൈം വേണം, ഞാൻ റെഡിയാവാം, എല്ലാം ശരിയാവും, ഓക്കെ നോ പ്രോബ്ലം, നീ സമയമെടുക്ക് എന്ന് ബോസ് അവനോട് പറഞ്ഞു. അങ്ങനെ സമയം വൈകുന്നേരമായി. ഓഫീസിൽ നിന്നിറങ്ങി നേരെ റൂമിലെത്തി. റൂമിൽ കുറച്ച് നേരം റെസ്റ്റെല്ലാം എടുത്ത് വീട്ടിലെല്ലാം വിളിച്ച് നേരെ ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിനിറങ്ങി. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലെത്തി. അവൻ സാറ വരുന്നതും പ്രതീക്ഷിച്ച്, സാറയുടെ ഒരു കോളും പ്രതീക്ഷിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി.